ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കുടുംബശ്രീക്ക് വേണ്ടി നിർമ്മിച്ച പച്ചക്കറി സ്റ്റാൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭയിലെ UDF കൗൺസിലർമാർ ധർണാസമരം നടത്തി. ഭരണസമിതിയുടെ പിടിപ്പുകേടിന്റെ തെളിവാണ് അസ്ഥാനത്തെ സ്റ്റാളെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാൾ പൊതുജനങ്ങൾക്കും പൊതുകാര്യങ്ങൾക്കുമെല്ലാം പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുമെന്നാണ് UDF പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈയൊരു സാഹചര്യത്തിൽ സ്റ്റാൾ ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭയിലെ UDF കൗൺസിലർമാർ ചൊവ്വാഴ്ച രാവിലെ ആദ്യം ബസ് സ്റ്റാൻഡിന് മുന്നിലും പിന്നീട് നഗര കാര്യാലയത്തിനു മുന്നിലും ധർണാസമരം നടത്തിയത്. അസ്ഥാനത്ത് സ്റ്റാൾ സ്ഥാപിച്ചതിലൂടെ നഗരഭരണാധികാരികളുടെ ബുദ്ധിശൂന്യതയാണ് വെളിവാകുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ MK റഷീദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KK ജാഫർ അധ്യക്ഷനായി. സഭയിൽ ഇത്തരം ഒരു ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ പല കൗൺസിലുകളിൽ വന്ന ഒരു തീരുമാനമായിരുന്നു കുടുംബശ്രീക്ക് പച്ചക്കറി സ്റ്റാൾ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുക എന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ ഈ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലുണ്ട്. പക്ഷേ വിഡ്ഢിത്തം എന്ന പോലെ ഇനിയും ഈ കാഞ്ഞങ്ങാട്ട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്ന ഈ ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യം എന്ന് തന്നെ വേണം നമുക്ക് പറയാം. അവരുടെ അഹങ്കാരമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഈ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ ഒരു പച്ചക്കറി സ്റ്റാൾ കൊണ്ടുവന്ന് വെക്കുന്നു എന്നുള്ളത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിൽ ഒരു തട്ടുകട കൊണ്ടുപോയി വെച്ചിട്ട് ആ 5 സ്റ്റാർ ഹോട്ടലിനെ എങ്ങനെ അപമാനിക്കാൻ സാധിക്കുമോ അതുപോലെയാണ് ഇത്തരം നല്ല ഒരു ബസ് സ്റ്റാൻഡിനെ അപമാനിക്കുന്ന രീതിയിൽ ബസ്സുകൾക്ക് കയറാത്ത ഒരു ബസ് സ്റ്റാൻഡാക്കി ഇനിയും മാറ്റുന്ന രീതിയിലാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഭരണാധികാരികൾ ചെയ്തിരിക്കുന്നത്. KK ബാബു സ്വാഗതം പറഞ്ഞു. M കുഞ്ഞികൃഷ്ണൻ, NA ഉമ്മർ, നാരായണൻ, T അബ്ദുൽ അസീസ്, ഇസ്ലാം കരീം, അഷ്റഫ് ബാവനഗർ, 7 സ്റ്റാർ അബ്ദുൽ റഹ്മാൻ, T മുഹമ്മദ് കുഞ്ഞി, VV ശോഭ, TK സുമയ്യ, CH സുബൈദ, ഹസീന റസാഖ്, ആയിഷ അഷ്റഫ്, റസിയ ഗഫൂർ, അനീസ ഹംസ, അസ്മ മാങ്കുൽ തുടങ്ങിയവർ സംസാരിച്ചു. കോടികൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ഇതുവരെയായും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കടമുറികൾ ലേലം കൊണ്ടവരൊക്കെ പണം തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത് ഭരണത്തിന്റെ പരാജയമാണ് വ്യക്തമാക്കുന്നത്. 3/2/2025 ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം ബഹളമുണ്ടായി. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് കൂടി കൊടുക്കാനുള്ള തീരുമാനം പ്രതിഷേധത്തിനിടയാക്കുകയും ഈ അജണ്ടയുടെ മേൽ വിയോജനം നൽകാൻ തീരുമാനിച്ചതായും UDF കൗൺസിലർമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.